ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി പച്ചരി വെച്ചിട്ട് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന നല്ലൊരു പലഹാരമാണ് ഇത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും കഴിക്കാവുന്നതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ മതി. അവർക്ക് എന്തായാലും ഇഷ്ടമാവും. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപാട് ഇഷ്ടമാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ഈ പലഹാരം തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പച്ചരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെച്ചിരിക്കണം. ഒരു 3 മണിക്കൂറെങ്കിലും കുതിർന്നതിന് ശേഷം ഞാനിപ്പോൾ ഇതെടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പച്ചരി എത്രത്തോളം കുതിർന്ന് കിട്ടുന്നോ അത്രയും നന്നായിരിക്കും ഈ ഒരു പലഹാരത്തിന്. ഇനി നമുക്കിത് അരച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പാലാണ്. തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് അളവിൽ 1 കപ്പ് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ കപ്പ് അളവിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആകെ വേണ്ടി വന്നിട്ടുള്ളത് 1 കപ്പ് പാലും 2 കപ്പ് വെള്ളമാണ് ഈ ഒരു 1/2 കപ്പ് അളവിന്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ ഒരു മാവിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം ഒട്ടും തന്നെ കട്ടിയില്ലാതെ നല്ല ലൂസായിട്ട് വേണം കിട്ടാനായിട്ട്. എങ്കിലേ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. ഒരു കയ്യിൽ കൊണ്ട് ഈ മാവ് കോരി കാണിച്ചു തരാം ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം എന്താണെന്ന്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതേ പരുവത്തിലാണ് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇത് മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ചിരകിയെടുത്ത തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 1/4 മുറി തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 ക്യാരറ്റിൻ്റെ പകുതിയാണ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതും കൂടെ ഇട്ട് കൊടുക്കാം. ഗ്രേറ്ററിൻ്റെ ചെറിയ ഹോളിലാണ് ഞാനിപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത്രയും പൊടിയായിട്ടിരുന്നാലേ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ 2 ഏലക്കയും ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 സ്പൂൺ കൊണ്ട് ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. ഈ ഒരു പാനിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേണം ഇതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ചുറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റ് തേങ്ങ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു സ്പാച്ച് കൊണ്ട് അതൊന്ന് ചെറുതായിട്ട് അമർത്തി കൊടുക്കണം. അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം പുറത്തോട്ട് വരും. അങ്ങനെ വരാതിരിക്കാനാണ് ഒരു സ്പാച്ച് കൊണ്ട് ഇതുപോലെ അമർത്തി കൊടുക്കാൻ പറഞ്ഞത്. എന്നിട്ട് നമുക്കിതിൻ്റെ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കാം. വീണ്ടും അതിന് മുകളിലേക്കായിട്ട് ഇതുപോലെ സ്പാച്ച് വെച്ചിട്ടൊന്ന് നല്ലപോലെ അമർത്തി കൊടുക്കാം. ഇത് വെന്ത് കിട്ടാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നുണ്ട്. ഇനി ഇത് ഒന്നുകൂടി മടക്കി കൊടുക്കാം. ഇത് നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതേപോലെ തന്നെ ഞാൻ എല്ലാ മാവിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.